ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ടിപ്സാണ്. ഇപ്പം മിക്കവർക്കും ഉള്ളൊരു പ്രശ്നമാണിത്. അത് എന്നാന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ പറയാം. അതിനുമ്പോൾ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നൊരു വീഡിയോ ആണ്. കാര്യം ഇത് നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കണ്ണുമുന്നിൽ തന്നെയാണ് ഞാനത് ചെയ്ത് കാണിച്ചേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റാതെ ഒരു നിവൃത്തിയില്ല. കാര്യം അതുപോലെ ഇതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാര്യം വെച്ചാൽ ഇങ്ങനൊരു കാര്യം എനിക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ നിങ്ങളെയും കൂടെ ചെയ്തൊന്ന് കാണിച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷം. ഇതുപോലെ ആർക്കെങ്കിലൊക്കെ പ്രയോജനപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ എന്നും കൂടെ വന്നേ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന ഒപ്പം തന്നെ നിങ്ങൾ ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുതേ. അതും കൂടെ ചെയ്ത് നമുക്ക് പോയിൻറ്റും കൂടി ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ദേഹത്തൊക്കെ കുഞ്ഞു കുഞ്ഞു പാലുണ്ണികൾ ഉണ്ടാകത്തില്ലേ? പാലുണ്ണി എന്നും ചിലർ അരിമ്പാറ, പക്ഷേ അരിമ്പാറയും പാലുണ്ണിയും രണ്ടാണ് കേട്ടോ. അരിമ്പാറ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ കട്ടിയിലുണ്ടാകുന്നൊരു സാധനം. ഈ പാലുണ്ണി എന്ന് പറഞ്ഞുണ്ടല്ലോ ചെറിയ ചെറിയ ഒരു ഇങ്ങനെ കിങ്ങിണി മാതിരി നമുക്ക് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഉണ്ടായി കിടക്കും, മുഖത്തുണ്ടാകാറുണ്ട്. അതെത്ര അപ്പം ഇത് പകരുന്നതാണെന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്കറിയത്തില്ല അതിനെപ്പറ്റി മറ്റുള്ളവർക്ക്. പക്ഷേ എന്നാലും എനിക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഈ പാലുണ്ണി പോലെ. കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖത്തൊന്നും അങ്ങനെ ഇല്ലായിരുന്നേ. അപ്പോൾ എനിക്ക് കൂടുതലും പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ കഴുത്തിൻ്റെ ഇവിടെ ഇങ്ങനെ ഉണ്ടാകുക. പിന്നെ എനിക്ക് എൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന ഒരെണ്ണം, പിന്നെ എനിക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഒരെണ്ണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതുമൊക്കെ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയാണ് എടുത്തത്. എൻ്റെ അമ്മോ എൻ്റെ ജീവൻ പോകായിരുന്നിട്ടുള്ള സത്യം ഞാൻ പറയാം. കാര്യം എന്ന് വെച്ചാൽ ഇവർ കരിക്കുവാണ് ചെയ്യുന്ന ഒരു സൂചി പോലത്തെ സാധനം വെച്ച് ഇങ്ങനെ കുത്തി അങ്ങ് കളയുക. കുറേ നേരം എടുക്കും. എനിക്ക് കഴുത്തേരെ കളയാനായിട്ടാണെങ്കിൽ ഒരു അരമണിക്കൂർ എടുത്തൊരു കുഞ്ഞു സാധനമായിരുന്നു, കുഞ്ഞൊരെണ്ണം കടുകുമണി പോലെ ഒരെണ്ണമായിരുന്നു ഇവിടെ ഇരുന്നത്. ആ കടുകുമണി പോലെ ഇവിടെ ഇരുന്ന ആ സാധനം എൻ്റെ കയ്യിൽ നിന്ന് 100 രൂപ മേടിച്ചിട്ട് ആ ഒരു കുഞ്ഞൊരു സാധനം കളഞ്ഞിട്ട് 100 രൂപ വേദനയോ. എന്നിട്ട് എനിക്കത് പഴുക്കുകയും ചെയ്തു കേട്ടോ. പഴുത്ത് പിന്നെ ഞാനത് മരുന്നൊക്കെ പുരട്ടിയൊക്കെയാണ് അതങ്ങ് മാറിയത്. ഞാൻ ഓർത്തത് വലിയൊരു കുഴിയായിട്ട് വരുമായിരിക്കുന്നത്. പിന്നെ അതിന് മരുന്നൊക്കെ പുരട്ടിയാണ് മാറിയത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ മുറിവോ കാര്യങ്ങളൊന്നും. ഇപ്പം ഞാനത് എടുത്തേച്ചാണ് ഇരിക്കുന്നത് കേട്ടോ. അതെടുത്ത് കളഞ്ഞേച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ കഴുത്തിൻ്റെ ഇവിടെ ഇപ്പോൾ അത് കാണാത്തത്. എടുത്തേച്ചാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരു കുഞ്ഞ് ഒരു ഇതുപോലായിരുന്നു കേട്ടോ. ഇവിടെ ഒരു തീരെ പൊടി പോലെ, പിന്നെ ഒരു ഇച്ചിരി വലുതും ഉണ്ടായിരുന്നു. അങ്ങനെ 2 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ആ നൂലിട്ടിങ്ങനെ വലിച്ചപ്പോൾ ആദ്യം ചെറുതങ്ങ് പോയി. അത് കുഞ്ഞതായിട്ട് കിട്ടത്തില്ലായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് ഇച്ചിരി വരുന്നുണ്ട്. അത് ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. ഞാൻ എടുത്ത കളഞ്ഞ സാധനം അതെന്ന് പറഞ്ഞു പോയ സാധനം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. വലിയ വേദന നമ്മൾ ഈ ബ്യൂട്ടി പാർലറിലാണെങ്കിലൊക്കെ പോയി ആ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു അത്രയും വേദനയൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നമുക്ക് പെട്ടെന്നൊരു ഉറുമ്പ് കടിക്കുന്നൊരു വേദന, അത്രയേ ഉള്ളൂ. എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ. ഞാനിത് എങ്ങനെ എടുത്ത് കളഞ്ഞെന്നുള്ളത് കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ കഴുത്തേലായിട്ടുള്ള ഈ ഒരു പാലുണ്ണി. ഇതാണ് കഴുത്തേലായിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് കളയാൻ നോക്കാം. ഇത് കണ്ടോ, ഒത്തിരി വലുതല്ല, ചെറുതാണ്. ഇത് നൂല് നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ ചുറ്റിയെടുക്കണേ. ചുറ്റിയെടുത്ത് ഞാൻ അത് കാണിച്ചു തരാം. ഇതിനകത്ത് അത്ര ക്ലിയർ ആയിട്ട് കാണത്തില്ല. ഒന്നും കൂടെ ഒന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരാവേ. എന്നിട്ട് ഇത് കണ്ടോ, അത് പറഞ്ഞ് പോന്നേ. ഇത് കണ്ടോ, എൻ്റെ കൈ കിട്ടിയിട്ടുണ്ടത്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് കണ്ടോ. അങ്ങനെ ചോര ഒന്നും അങ്ങനെ വരത്തില്ല കേട്ടോ. ഇതാണ് നമ്മൾ ആ പറിച്ച് കളഞ്ഞ സാധനം കേട്ടോ. കഴുത്തിന് ചെറിയൊരു കടുകുമണി പോലൊരു സാധനമാണ്. അപ്പോൾ കണ്ടല്ലോ, ഇങ്ങനെയാണ് ഞാൻ എടുത്ത് കളഞ്ഞത്. അപ്പോൾ പാലുണ്ണി ഞാൻ കാണിച്ചല്ലോ, അത്രയുള്ള സംഭവമുള്ളായിരുന്നു. ചെറുതായിരുന്നു കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് കളയാൻ പറ്റും. നിങ്ങൾക്ക് പിരിയൻ ത്രെഡ് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഞാനത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാവേ. പിരിയൻ ത്രെഡ് ചെയ്യാൻ അറിയാവുന്ന ആരെങ്കിലും ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ പിരിയൻ ത്രെഡ് ചെയ്യാൻ വേണ്ടി എടുക്കത്തില്ലേ ഒരു നൂല് നമ്മൾ ഇങ്ങനെ കടിച്ച് പിടിക്കും. ഇങ്ങനെ കടിച്ച് പിടിച്ചേച്ച് മറ്റേ നൂല് നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കും. എൻ്റെ വായി നൂല് ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ വർത്താനം പറയുന്നത് നൂല് വായിലുണ്ട്. ഇങ്ങനെ പിടിച്ചേച്ച് നമ്മൾ ഇതിപ്പം ഇങ്ങനെ നീളത്തിൽ നൂലിരിക്കുക. നൂലിൻ്റെ ഇപ്പുറത്തൂടെ നമ്മളിങ്ങനെ കൈ എടുക്കും. കാണാമോ നിങ്ങൾക്ക് നൂല്? ഇങ്ങനെ എടുത്തേച്ച് നമ്മൾ ഈ കൈക്കകത്തൂടെ ഇങ്ങനെ ചുറ്റും. ഈ കൈ ഇതിലോട്ട് ഇങ്ങനെ ചുറ്റും. എന്നിട്ട് നമ്മൾ ഒരു 2-4 അപ്പോൾ നമ്മുടെ കൈക്കകത്ത് നൂലുണ്ടേ, റൗണ്ടിലുള്ളൊരു നൂല് കിടപ്പുണ്ട്. അപ്പോൾ ആ നൂല് നമ്മളിങ്ങനെ ഒരു 5-6 ചുറ്റങ്ങ് ചുറ്റും. ഇത്ര ഒരു ചുറ്റി കഴിയുമ്പോൾ ഇവിടെ ഒരു ഇതുപോലെ ഇങ്ങനെ ഉണ്ട്. എന്നിട്ട് നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ നമ്മൾ പിരിയൻ ത്രെഡ് ചെയ്യത്തില്ലേ, പിരിയൻ ത്രെഡ് ചെയ്യുന്നവർ തന്നെ ഇതിൻ്റെ ഇവിടോട്ടായിട്ട്, ഈ നൂലിൻ്റെ ഇവിടോട്ടായിട്ട് ആ പാലുണ്ണിയുടെ ഇതിങ്ങനെ വെക്കുക.
എന്നിട്ട് നമ്മൾ കടിച്ച് പിടിച്ചേക്കണം വായി വെച്ചേക്കുന്നത്. ഈ കയ്യിലെ നൂലുണ്ടല്ലോ, ഇതിങ്ങനെ മുന്നോട്ട് വലിക്കണം. പെട്ടെന്ന് ചെയ്യണം കേട്ടോ, അല്ല പതിയെ ചെയ്യാൻ നിൽക്കൽ. അതിലോട്ട് കറക്റ്റ് വെച്ച് ഇങ്ങനെ ഒറ്റ വലിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അത് തെറിച്ചങ്ങ് പോകും. തെറിച്ച് വന്നാൽ ആ ഒറ്റ വലിക്ക് തന്നെ നമ്മളിങ്ങനെ പോരും, അത് തെറിച്ചിങ്ങി പോരും. അത് ചുവട് ചേർത്ത് വേണം, നമ്മൾ ഈ നൂലിൻ്റെ ചുവട് ചേർത്ത് വേണം അതിലേക്ക് ചേർത്ത് വേണം വെക്കാനായിട്ട്. വെച്ചിട്ട് വേണം ഒറ്റ വലിക്കാനായിട്ട്. വലിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിങ്ങി പറഞ്ഞിങ്ങി പോരും കേട്ടോ. അപ്പം ഇതിനൊക്കെ ഇച്ചിരി കട്ടിയുള്ള നൂലെടുത്താലും കുഴപ്പമില്ല. ഇത് ചിലപ്പോൾ ഈ തുണി തയ്ക്കുന്ന നൂലാണിത്. ഇത് ഇത്രയാണേലും ഇച്ചിരി കട്ടിയുള്ള സൈസ് നൂല് നമുക്ക് മേടിക്കാൻ കിട്ടും. അതാണേലും മതി. പിരിയൻ ത്രെഡ് ചെയ്യുന്ന പോലെ തന്നെയുള്ളത്. ഇനിയിപ്പം നമുക്ക് ആരുടെയും സഹായമില്ല, നമ്മുടെ വീട്ടിലാരുമില്ല, നമുക്ക് തന്നെയാണ് ഇത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം കേട്ടോ. അതിന് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ തന്നെയാണ് ചെയ്തത്. അപ്പം ഞാൻ വെച്ചാൽ ഈ സൈഡിൽ ഇതായിട്ടുള്ളപ്പോഴത്തേക്ക് എനിക്ക് ഈ ഒരു വശമാണ് എളുപ്പമെന്നുള്ളത്. അപ്പോൾ ഈ സൈഡിൽ വരുമ്പോഴത്തേക്ക് ഈ സൈഡിൽ കെട്ടുക. ജനലിൻ്റെ കമ്പി ഉണ്ടല്ലോ, ജനലിൻ്റെ കമ്പിയിൽ നമ്മൾ ഈ വായി കടിച്ച് പിടിക്കുന്ന നൂലില്ലേ, ആ നൂല് ജനലിൻ്റെ കമ്പിയെ കെട്ടുക. കമ്പിയെ കെട്ടി വെച്ച് നമ്മൾ സാധാരണ പോലെ കൈ ഇങ്ങനെ ഇട്ട് ചുറ്റി എടുക്കുക. ഇത് നമ്മൾ ഈ വായി കടിച്ച് പിടിക്കാൻ എടുത്തേക്കുന്ന നൂലാണ് ജനലിൻ്റെ കമ്പിയെ കെട്ടി വെക്കുന്നത്. നമ്മുടെ ഹൈറ്റിനനുസരിച്ച് വേണം നമ്മൾ വെക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റി വെച്ചപ്പോൾ ഈ നൂല് ഇതിവിടെ ഇങ്ങനെ ജനലിൽ കെട്ടി വെച്ചേക്കുവാണ്. ആ നമ്മൾ ഈ ഒരിത് ഇങ്ങനെ ഇങ്ങോട്ട് വലിക്കുക. ഇതിപ്പോൾ ഇവിടെ അല്ലേ കെട്ട് വന്നിരിക്കുന്നത്, മറ്റേത് നമ്മൾ അല്ലാതെ ചെയ്യുമ്പോൾ അങ്ങോട്ടാണ് വലിക്കുന്നത്. ഇത് നമ്മൾ ഈ സൈഡിൽ ജനലിൽ കെട്ടുന്നുണ്ട്. നമ്മൾ ഈ നൂല് എന്നെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങോട്ട് വലിക്കണം. വലിക്കുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന്, ഞാനിപ്പോൾ അങ്ങനെയാണ് എൻ്റെ കഴുത്തലെടുത്ത് കളഞ്ഞു. കാര്യം ഇവിടെ ആർക്കും ഇങ്ങനെ ഒന്ന് റെഡി ചെയ്ത പോലെ ഒന്നും ചേർന്ന് അറിയത്തില്ല. ഇവരൊക്കെ പഠിപ്പിച്ച് വരുമ്പോഴത്തേക്ക് എൻ്റെ സമയം പോകും. അതുകൊണ്ടാണ്. അപ്പം ഞാൻ ആദ്യം ഒരെണ്ണം കളഞ്ഞു നോക്കി കേട്ടോ. കളഞ്ഞു നോക്കിയപ്പോഴത്തേക്കുണ്ടല്ലോ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ പോലെ ഒന്നും കേട്ടോ. കാര്യം എനിക്ക് വേദനയില്ല, ഒന്നുമില്ല. അവിടെ ഒരു ഇത് കണ്ടോ, ഇപ്പം തന്നെ കളഞ്ഞാണ്. ഒരു ചോമ്പ് പോലും അങ്ങനെ വലുതായിട്ട് വന്നിട്ടില്ല. മറ്റേത് ശരിക്കും നമുക്ക് നോവും കേട്ടോ. കടയിൽ പോയി എടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ദേഹത്തൊക്കെ ഉള്ളതാണേലും നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. നമ്മൾ ഒരാൾ പറഞ്ഞ് കൊടുത്താൽ മതി, ഇതെങ്ങനെയാണ് കളയേണ്ടതെന്ന് പറഞ്ഞ് കാണിച്ച് കൊടുത്താൽ മതി, അവർക്കത് മനസ്സിലാകും. നമുക്ക് സിമ്പിളായിട്ടുണ്ട്. നൂല് കൊണ്ട് നമ്മൾ ഇങ്ങനെ പിരിയും ത്രെഡ് ചെയ്യുന്നതിൽ നമുക്കങ്ങനെ ചെയ്ത് പെട്ടെന്ന് കളയാവുന്നതേ ഉള്ളൂ. വീട്ടിലുള്ളവർക്ക് തന്നെയാണെങ്കിലും ചെയ്യാം. ഇതൊരു പ്രാവശ്യം നിങ്ങളൊന്ന് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം വേണം ഈ പാലുണ്ണി കളയാനായിട്ട്. നമ്മൾ വേറെ എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ ഒന്നും അല്ലെങ്കിൽ നമ്മുടെ പിരിയൻ ത്രെഡ് ചെയ്യുന്നതാണെങ്കിലും ഒന്ന് നോക്കാം, ഒന്ന് പറിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളു. പിരിയൻ ത്രെഡ് ചെയ്യുന്ന ആരെങ്കിലും വീട്ടിലറിയാം. ഇപ്പോഴെല്ലാവർക്കും അറിയാം, കൂമ്പിരിക്ക പിള്ളേർക്ക് പോലും അറിയാം ഈ നൂല് കൊണ്ട് പിരിയൻ ത്രെഡ് ചെയ്യുന്നത്. അങ്ങനെ അത് പ്രത്യേകിച്ച് പഠിക്കുകയൊന്നും വേണ്ട. പിള്ളേർക്കൊക്കെ അത് ബ്യൂട്ടി പാർലറൊന്നും പോയി പഠിക്കുകയൊന്നും വേണ്ട. അല്ലാതൊക്കെ പിള്ളേരൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന്, ഞാനൊന്നും ബ്യൂട്ടി പാർലറിൽ പോയി പഠിച്ചൊന്നുമില്ല കേട്ടോ പിരി എടുക്കാനായിട്ട്. വേറെ ആൾ ചെയ്യുന്ന കണ്ട് അത് പഠിച്ചെടുത്താണ്. പിന്നെ എനിക്കൊരു ചേച്ചിയാണ് പറഞ്ഞു തന്നെ, ഇങ്ങനെ നമുക്ക് പിരിയൻ തന്നെത്താനാണെങ്കിലും എടുക്കാം. ജനലിൻ്റെ കമ്പിയിൽ നൂല് കെട്ടി മതി, അങ്ങനെ നമുക്ക് പിരിയും ത്രെഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമുക്ക് തന്നെത്താനെ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ കടയിൽ പോയി 100 രൂപയും 150 രൂപയും ചിലയിടത്ത് 200 ചോദിക്കുന്നത്. പല റേറ്റാണ്. അവർ നമ്മൾ ചെല്ലുമ്പോൾ പറയും ഇത്ര രൂപ എന്ന് പറയും. നമ്മളത് കരിച്ച് തുടങ്ങി കഴിയുമ്പോൾ പറയും അത് ഇച്ചിരി വലുതായിരുന്നു കേട്ടോ, അതിന് ഇച്ചിരി ചാർജ് കൂടുതലാണ്. അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കൂടുതൽ മേടിക്കും. ഇത് നമുക്ക് സിമ്പിളായിട്ട് പെട്ടേന്ന് പറിച്ച് കളയാൻ പറ്റുന്നതാണ് കേട്ടോ. വലിയ വേദനയൊന്നുമില്ല. നമുക്ക് കടയിൽ പോയി ഒരു പ്രാവശ്യം ഇങ്ങനെ പാലുണ്ണി കളഞ്ഞവരുണ്ടെങ്കിൽ ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കടയിൽ പോയി ചെയ്യുന്നതാണ് എളുപ്പം, അതോ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുന്നതാണോ എന്ന് മനസ്സിലാകും. നമുക്ക് പൈസയും ലാഭം, വേദനയും കുറവ്. കടയിൽ പോയി എടുക്കുമ്പോഴത്തേക്ക് അവർ ആ ഒരു സൂചി കൊണ്ടാണ് കരണ്ടയിൽ കുത്തിയാണ് അതിങ്ങനെ കരിച്ച് കളയുവാണ്. ഇത് നമ്മളങ്ങ് പറിച്ച് കളയുവാണ്. നമുക്ക് ഒറ്റ നിമിഷം കൊണ്ട് നമുക്ക് പിന്നെ ഒരു വേദനയെന്ന് പറയുന്നില്ല കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു വേദനയും അവിടെ തോന്നുന്നില്ല, ഒരു നീറ്റൽ പോലും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പക്ഷേ കടയിൽ പോയി ചെയ്തിട്ട് വന്നിട്ടുണ്ടല്ലോ 2-3 ദിവസത്തേക്ക് എനിക്ക് ഇവിടെ അങ്ങ് നീറ്റിലായിരുന്നു. ഇവിടെ ഇങ്ങനെ വെളുത്ത് ഇങ്ങനെ കിടക്കുമായിരുന്നു. ഇനിയിപ്പം നിങ്ങളിതിങ്ങനെ ചെയ്തു, നിങ്ങൾക്ക് അപ്പം നമുക്ക് ഇപ്പോൾ ഇതിനി എടുത്തു, ഇനി നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു വേദന എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വേദന ഉണ്ടെങ്കിൽ നീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മുക്കൂറ്റിയില്ലേ, മുക്കൂറ്റി നിലന്തെങ്ങെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സംഭവം, ഈ സാധനം ഇങ്ങനെ വേരോട് കൂടി തന്നെ ഒരു 2-3 എടുക്കുക. എടുത്തേച്ച് നല്ലപോലെ കഴുകി നല്ലപോലെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക. 1 സ്പൂൺ വെളിച്ചെണ്ണ, ആ 1 സ്പൂൺ വെളിച്ചെണ്ണ അതിനകത്തിട്ട് ഒഴിച്ച് വെച്ച് ഇതിങ്ങനെ ഒന്ന് ഞെരടി, ഒന്നല്ലെങ്കിൽ ഒന്ന് ചുമ്മാ ഒന്ന് ചതച്ച് ആ എണ്ണയ്ക്കകത്തിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. എടുത്തതിന് ശേഷം ഈ നിലന്തെങ്ങിൻ്റെ ഇതങ്ങ് കളഞ്ഞേച്ച് ബാക്കിയുള്ള എണ്ണ എടുത്ത് ഒഴിച്ചൊരു ചെറിയ കുപ്പി വെക്കുക. കുറച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് 1 സ്പൂൺ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അത് നമുക്ക് ഇവിടെ ഇങ്ങനെ പുരട്ടി കൊടുത്താൽ മതി, പെട്ടെന്ന് കരിഞ്ഞോളും. ഈ നിലന്തെങ്ങിൻ്റെ ഈ ഒരു മരുന്നെന്ന് പറഞ്ഞാൽ ഇതെനിക്കൊരു അമ്മച്ചി പറഞ്ഞു തന്നതാണ്. ഞങ്ങൾ നേരത്തെ പഴയ വീട്, ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്ന വീടെന്ന് വെച്ചാൽ നമ്മുടെ പണ്ടത്തെ വീടിൻ്റെ സൈഡിൽ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഷൈൻ ടീച്ചർ താമസിക്കുന്നത്. ടീച്ചറിൻ്റെ അമ്മച്ചിയാണ് എനിക്ക് മരുന്ന് പറഞ്ഞത്. ഈ മരുന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ഞാൻ സ്റ്റെയർ ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ബാക്ക് വശത്തെ സ്റ്റെയർ ഉണ്ട് മേളിലോട്ട് പെരയുടെ പുറത്തോട്ട് കയറാനായിട്ട്. അപ്പോൾ അന്ന് അത് തേച്ചിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ. ആ സ്റ്റെയറിൻ്റെ ഇതെല്ലാം കൂടെ ഒരുമാതിരി തേക്കാതെ പരിപരിപ്പോട് കൂടിയായിരുന്നു ഇരിക്കുന്നത്. എന്നിട്ട്
ഞാൻ മഴ വന്നപ്പോഴത്തേക്ക് തുണി എടുക്കാനായിട്ട് കയറിയത്, തുണി എടുത്തോണ്ട് പെട്ടെന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് മേളിൽ നിന്ന് ഇറങ്ങിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കാല് തെന്നിപ്പോയി, പായലായിരുന്നു മൊത്തം അവിടെ. ഈ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ പിടിച്ച് കൈ ഇങ്ങനെ ഇതായി പോയിട്ട് ഇവിടുന്ന് ഇവിടം വരെ ഇങ്ങനെ കീറിപ്പോയി. ഇങ്ങനെ നമ്മളെന്ത് ഈ ചിരവനാക്കുകൊണ്ടൊക്കെ ഇങ്ങനെ മാന്തി കീറത്തില്ലേ, അതുപോലെ ഇവിടുന്ന് ഈ മുട്ടിൻ്റെ ഇവിടുന്ന് ഇവിടെ വരെ അങ്ങ് കീറി കേട്ടോ. കീറി ഞാൻ ഓർത്ത പാടൊരിക്കലും കയ്യിൽ നിന്ന് പോകുമെന്ന് വിചാരിച്ചില്ല. അന്നേരം അമ്മച്ചി എന്നോട് പറഞ്ഞു ഈ മരുന്ന് വരട്ടെ മതി, പാടും വരത്തില്ല, ആ മുറിവ് കരിഞ്ഞും പൊക്കോളൂ എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ എനിക്ക് പെട്ടെന്ന് മുറിവും കരിഞ്ഞു. പിന്നെ ആ കയ്യിൽ അങ്ങനെ ഒന്ന് സാധാരണ നമ്മൾ ഒരഞ്ഞ ഒരു ചെറിയ പാടെങ്കിലും വരണ്ടല്ലേ, അങ്ങനെ ഒരു പാടേ എൻ്റെ കയ്യിൽ വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അന്ന് മുതൽ ഞാൻ ഈ ഒരു മരുന്ന് ഞാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു എണ്ണ നമ്മളിങ്ങനെ ഉണ്ടാക്കി സാധാരണ മുറിവിനാണെങ്കിലും നമുക്ക് നല്ലതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ മുറിവ് പറ്റുന്നതിനൊക്കെ എണ്ണയിടാൻ നല്ലതാണ്. നമ്മുടെ ഈ പാലുണ്ണി ഇങ്ങനെ പറിച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടോട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി, യാതൊരു പ്രശ്നമില്ല. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് അത് കരിഞ്ഞ് നല്ല ഇതായിക്കോളും. ഇത് നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ. വേദന നമുക്ക് ചെറുതായിട്ട് ഉണ്ടാകത്തുള്ളൂ എന്ന് ഞാൻ വീണ്ടും പറയുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇത് നല്ല ഒരു ഇത് കിട്ടും, വേദനയില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമുക്ക് എങ്ങനെ ദേഹത്തുണ്ടാകുന്ന പാലുണ്ണി പെട്ടെന്ന് കളയാമെന്നുള്ളതാണ്. ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് കിട്ടുന്നവർ എന്നോട് പറയാതിരിക്കരുത് കേട്ടോ. അങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്, ഒന്ന് ശ്രമിച്ച് നോക്കാം, പോയി കിട്ടുന്നേ, നല്ല റിസൾട്ട് കിട്ടുന്നത്. എനിക്ക് ആദ്യം ഒരെണ്ണം ഞാനിങ്ങനെ പറിച്ച് കളഞ്ഞത് കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് രണ്ടാമത് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഞാനത് കളയാനായിട്ട് വന്നത്. അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്, ഞാൻ ആദ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കും, അത് കൊള്ളാം എന്നുകൊണ്ട് തോന്നിയെങ്കിലേ ഞാൻ വീഡിയോയിലൂടെ കാണിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാമേ.